പട്ടായ എന്ന് പറയുന്ന ടൂറിസ്റ്റുകളുടെ പറുദീസയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു ഹബ്ബെന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരികയും ആസ്വദിക്കുകയും ചെയ്യുന്നൊരു മേഖലയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മളിനി ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കാഴ്ചകൾക്കാണ്. അപ്പോൾ നമ്മളൊരു ഫുൾ ടൈം ഒരു വാഹനത്തിലാണ് ഇപ്പോൾ കടന്ന് കറങ്ങുന്നത് ഇവിടെ മുഴുവൻ. ഈ പട്ടായ കംപ്ലീറ്റ് ഈ വാഹനത്തിലാണ് യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ സെൻട്രൽ ഫെസ്റ്റിവൽ മോളിൻ്റെ ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അവിടെ നല്ലൊരു ഫുഡ് കോർട്ടുണ്ട് ഒരു ഫ്ലോറിൽ, ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ലഞ്ച് ഇവിടെ. ഇവിടെ സ്ട്രീറ്റ് ഫുഡ്സ് മാത്രമല്ല മോൾ കൾച്ചറുമുണ്ട്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഒരു മോൾ കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ബ്രാൻഡഡ് ഷോപ്സാണ് കൂടുതലായിട്ടും. പക്ഷേ ഒരു 8-10 നിലയുള്ള വലിയ മോൾസിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. കൂട്ടത്തിലൊരു നല്ല ഫുഡ് കോർട്ടും, അതാണ് പ്രത്യേകത. ഷോപ്പഹോളിക്കിന് പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് തായ്ലൻഡ്. അപ്പോൾ ബാങ്കോക്ക് ആണെങ്കിലും പട്ടായ ആണെങ്കിലും എവിടെയാണെങ്കിലും ഷോപ്പിങ്ങിന് താല്പര്യമുണ്ടോ വരിക. മോൾസിൻ്റെ പല ഭാഗങ്ങളിൽ കറങ്ങിയാണ്. കോസ്മെറ്റിക്സിൻ്റെ ആ ഭാഗത്തായിരുന്നു ഞാൻ. നല്ല ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് നമുക്ക് അങ്ങനത്തെ സ്ഥലത്ത് വന്നല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പം ഇതിനകത്ത് കുഴപ്പമില്ല, പക്ഷേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ സ്ട്രീറ്റ്സിൽ ലോക്കൽ മാർക്കറ്റ്സ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. പിക്ക് പോക്കറ്റിംഗ് ഒരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് ബാഗ് ഇങ്ങനെ സൈഡിൽ തൂക്കി പോകുന്ന അപകടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. ചെറിയൊരു ബാഗാക്കി കഴുത്തിലിങ്ങനെ തൂക്കിയിടുക. അപ്പം എന്നിട്ട് നമുക്കിങ്ങനെ പിടിച്ചിട്ട് നടക്കാമല്ലോ പൈസ. അപ്പോൾ ഇവിടെ താഴത്തെ ഫ്ലോറിലാണ് ഫുഡ് കോർട്ട്. അങ്ങോട്ട് പോകാം.
ഫുഡിൻ്റെ വെറൈറ്റീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വാങ്ങണം എന്നറിയാണ്ട് പകച്ചു പോകുന്നൊരവസ്ഥയാണ്. ഇവിടെ കോക്കനട്ടിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇവിടെ. ജെല്ലി കോക്കനട്ട്, കോക്കനട്ട് പുഡിംഗ്. ഹൗ മച്ച് ഫോർ ദിസ്? 35. ഓക്കെ. ഇത് ജെല്ലി കോക്കനട്ട്. ഇത് ദിസ് ഈസ് ജാക്ക് ഫ്രൂട്ട് ഇൻ സ്വീറ്റൻ കോക്കനട്ട് ക്രീം സിറപ്പ്. ചക്കയാണ് കോക്കനട്ട് ക്രീം സിറപ്പിൽ ഇതിൽ വെച്ചിട്ടുള്ള ആ ബേസിൽ. ഇത് കോൺ ബട്ടർ, ഗ്രാസ് ജെല്ലി, പല പല കാര്യങ്ങളാണ്. തായ് ഡിസേർട്ട് ഇൻ കോക്കനട്ട് മിൽക്ക്, വാട്ടർ ചെസ്റ്റ്നട്ട് ഇൻ കോക്കനട്ട് മിൽക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഐ വോണ്ട് വൺ ഓഫ് ദിസ് ആൻഡ് വൺ ദിസ്. ചക്കയാണ് ഇത്. ഈ പല കളേഴ്സിലും പല ഷേപ്പിലും ഇങ്ങനെ കണ്ടത്. ബേർമിസിലി മാതിരി, നൂഡിൽ മാതിരി കിടക്കുന്നത്. അതൊരു കോക്കനട്ട് ക്രീം സിറപ്പിലാണ്. ആൻഡ് ഹൗ മച്ച് ഫോർ ദിസ്? 35 and 35.70. Okay. Total is? You want it now? I'll take it there. Okay. You want open or back? Pardon? Have back or open? Open is okay. Yeah. Total is 75? Yes. 75 baht. ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നേ ഉള്ളൂ. എങ്ങനെയാ കറൻസി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. $500 മാറേണ്ടി വരും, ചേഞ്ച് ഇല്ല. ഇത് രണ്ടും കൂടി 75. അപ്പോൾ ഇത് മെയിൻ ഫുഡല്ല, ഇനി മെയിൻ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോകുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എനിക്ക് ഡിസേർട്ട്സ് സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണല്ലോ. സന്തോഷം. ഇതെല്ലാം സ്വീറ്റാണ്. ഇനി ഒരു ടേബിളിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അവിടെ കൊണ്ട് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. അയ്യോ, ഫുഡ് കോർട്ടിൻ്റെ വെറൈറ്റീസ് കാണാൻ പോകുന്നു. പിസ്സ വേണമെങ്കിൽ ഈ സൈഡിൽ, റൈസ് വിത്ത് കറി ഇപ്പുറത്ത്. ഇവിടെ കുറേ കാര്യങ്ങൾ. ഇവിടെ ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ കാര്യങ്ങൾ പലതരം. ഇതൊക്കെ അതിൻ്റെ പൂ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കോ? ഓക്കെ, അത് ശരി. ഞാൻ വിചാരിച്ചു പൂ എന്ന് പറഞ്ഞാൽ ചുമന്നല്ലേ ഇരിക്കുന്നത് കോഴിയുടെ. ഇതെങ്ങനെ ഇങ്ങനെ വൈറ്റ് കളറിൽ വരുന്നത്? പ്ലാസ്റ്റിക്കാണ്, അത് ഒറിജിനൽ അല്ല. അതൊരു സിംബോളിക്കായിട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഫിഷ് ഫുള്ള് ഫ്രൈ. ഓരോ പോർഷൻ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്, എന്താ വേണ്ടെന്നുള്ളത് പോലെ. സ്റ്റീംഡ് പോർക്ക് ലെഗ് വിത്ത് റൈസ്, എഗ്ഗ്, പിന്നെന്താ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ. ഇതാണ് സ്റ്റീംഡ് പോക്കിൻ്റെ ലെഗും പന്നിയുടെ. ഇത് സ്റ്റീംഡ് പോക്ക് ലെഗ് വിത്ത് ഹെർബ്, എഗ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഫ്രൈഡ് പോക്ക് വിത്ത് റൈസ് ആൻഡ് എഗ്ഗ്. ഇതെല്ലാം 60, 65, 70, 80 ബാട്ടൊക്കെയാണ് വില. മിൻസ്ഡ് ഫ്രൈഡ് പോക്ക് വിത്ത് റൈസ് ആൻഡ് എഗ്ഗ്. ആൻഡ് വാട്ട് ഈസ് ദിസ്? ഓ, മിൻസ്ഡ് ഫ്രൈഡ് പോക്ക്. ഓക്കെ, ഇത് കട്ട്ലേറ്റ് മാതിരി പാറ്റീസ് പോലെ പോക്കിനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മിൻസ്ഡ് ഫ്രൈഡ്, ഇറ്റ്സ് നൈസ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദിസ്? ഓക്കെ, ദിസ് ഈസ് അഗെയിൻ പോക്ക്. ഓക്കെ, ഫ്രൈഡ് പോർക്ക് ഇൻ ഗാർലിക് ആണ്. ഇത് രണ്ടും ഒരു ഫ്രൈഡ് ആയിട്ടാണ്. ഇതെല്ലാം പോക്കിൻ്റെ പന്നി ഇറച്ചിയാണ്. ഇവിടെ ഈ ഒരു കൗണ്ടറിൽ കൂടുതലും പന്നി ഇറച്ചിയാണ്. ഓക്കെ ഓക്കെ, ഫൈൻ. ഇതെല്ലാം അഗെയിൻ ദിസ് ഈസ് ഓൾസോ പോക്ക്. ഓ, പോക്കാണ് ഇവിടെ ഒരു മെയിൻ തീം. ഇത് കംപ്ലീറ്റ് പന്നിയുടെ പല പല ഭാഗങ്ങൾ. അത് ആവശ്യാനുസരണം കട്ട് ചെയ്ത് കൊടുക്കും. ദിസ് ഇസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, പന്നിയുടെ ചെറുകുടലാണ്, പന്നിയുടെ കാലാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ കൗണ്ടറിലേക്ക് വന്നാൽ ഇവിടെ ബാർബിക്യൂ പോർക്ക് ആൻഡ് ക്രിസ്പി പോർക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാർബിക്യൂ
പീക്കിംഗ് ഡക്കിനെ എല്ലാം തൂക്കിയിട്ടിരിക്കുന്നതാണ്, താറാവിനെ. ഇവിടെ വേറൊരു ഫുഡ് കൗണ്ടർ. ഇവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, അതെല്ലാം വെച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കും. ചോയ്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് മീറ്റ് ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു കോംബോ പോലെയാണ്. ചിക്കൻ, റൈസ്, ബ്രെഡ്, സോസേജ്, 180 ബാറ്റ്. അതിൻ്റെ ഒരു സാലഡും. ഇതൊരു കോമ്പിനേഷൻ, ബ്രെഡ്, ചിക്കൻ, റൈസ്, ഇതിൽ സോസേജും കൂടി ഉണ്ട്. ഇത് ചിക്കൻ എല്ലാം ബാർബിക്യൂ ചിക്കൻ ഈ ഭാഗത്ത്. ഇനി ഇവിടെ വന്നാൽ തന്തൂരി ചിക്കൻ എല്ലാം ഉണ്ട്. ചിക്കൻ ഒരു ചെറിയ ഇന്ത്യൻ കൗണ്ടർ മാതിരി. ഫിഷ് തന്തൂരി, ടോം യം സൂപ്പ്, ചിക്കൻ മദാസ്, ചിക്കൻ മസാല, ചിക്കൻ കുറുമ. ഇന്ത്യൻ സ്റ്റൈല് ചിക്കൻ തന്തൂരി എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ചിക്കൻ ടിക്ക, ഓക്കെ. ദിസ് ഇസ് ചിക്കൻ, ഓക്കെ. തന്തൂരി, ഓക്കെ. ചിക്കൻ മസാല, ഓൾ ഇന്ത്യൻ. ദിസ് ഇസ് എൻ ഇന്ത്യൻ, ഓക്കെ. ഇന്ത്യ ഫുഡ്, ഇന്ത്യ തായ് കോമ്പിനേഷൻ, ഓക്കെ. തായ് ഇന്ത്യ കോമ്പിനേഷനാണ് ഫുഡിൻ്റെ വെറൈറ്റി. ഇന്ത്യൻ ആൻഡ് തായ് കോമ്പിനേഷൻ. അതിനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിവിടെ തായ്ലൻഡിൽ ഒരു കോമ്പിനേഷൻസ് കാണാം, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ സൈഡിലും ആ സൈഡിലും എല്ലാം എവിടെ നോക്കിയാലും ഫുഡ് കോർട്ട്സാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ ഫുൾ ആൾക്കാർ കഴിക്കുന്ന ഭാഗത്തേക്ക് എത്തി. ഫുഡ് കോർട്ട് കംപ്ലീറ്റ് ഫുള്ളാണ്. ജാപ്പനീസ് കൗണ്ടറാണ് ഈ ഭാഗത്ത്. കൂടുതലും ജാപ്പനീസ് ഫുഡ് എല്ലാത്തിൻ്റെ ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ മതി. ഞാൻ അവസാനം തായ് ഫുഡിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ ഒരുപാട് വെറൈറ്റി, ജാപ്പനീസ് വേണോ, ചൈനീസ് വേണോ, ഇന്ത്യൻ വേണോ, എന്ത് വേണമെങ്കിലും ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തായ്ലാൻഡിലാണ്, അതുകൊണ്ട് തായ് ഫുഡ് തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ ഇതിപ്പോൾ വെറൈറ്റീസ് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ. ഒന്നൊരു പപ്പായ സാലഡാണ്. അപ്പോൾ പപ്പായ സാലഡിന് സൊംതം എന്നാണ് പറയുന്നത്. എൻ്റെ പ്രൊനൗൺസിയേഷൻ എക്സാക്റ്റ് ആയതല്ല, സോംതം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോടൊപ്പം എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് ഇവിടുത്തെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹം വർഷങ്ങളായി ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നടത്തുന്നതാണ്, മിസ്റ്റർ മാത്യു. ഇത് കൂടുതൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള തായ് കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു പപ്പായ സാലഡ്, പിന്നെ ഒരു ഫ്രൈഡ് റൈസ്, തായ് ഫ്രൈഡ് റൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ചിക്കൻ സെപ്പറേറ്റ്, റൈസ് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇത് അവസാനത്തെ ഭാഗത്തേക്ക് വരാം. ഐസ്ക്രീംസ് ആണ്. അങ്ങനെ സെൻട്രൽ ഫെസ്റ്റിവൽ മോളിൻ്റെ അകത്തുനിന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ തായ് സ്പെഷ്യൽ ഫുഡ് തന്നെയാണ് ഞാൻ കഴിച്ചിരുന്നത്. ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈസ്, ഒരു തായ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മിൻസ്ഡ് ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് ബേസിൽ ലീവ്സ് ഒക്കെ ചേർത്തിട്ടൊരു കാര്യവും, പിന്നെ റൈസ് സെപ്പറേറ്റ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. നല്ലൊരു പപ്പായ സാലഡും ഒക്കെ ആയിട്ട്. അപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മൾ തായ് ഫുഡിൻ്റെ സ്വാദ് നോക്കൽ. ഇനി എന്തുമാത്രം ഫുഡ് കഴിക്കാനുണ്ട് അല്ലേ, തായ് ഡിഷസ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾ തായ് വിഭവങ്ങൾ കാണാൻ പോവുകയാണ്, തായ് വിശേഷങ്ങളും. നമ്മളിവിടെ പട്ടായയുടെ
രാത്രി കാഴ്ചകളും എല്ലാമായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. നമ്മളിപ്പോൾ ശരിക്കും തായ്ലൻഡിൻ്റെ ഫ്ലേവർ തേടിയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തായ് വിഭവങ്ങളുടെ രുചി അറിയണ്ടേ. അപ്പോൾ അത്തരം കാഴ്ചകൾക്കായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുവാണ്. റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് കോർട്ട്സ്, അങ്ങനത്തെ സ്ഥലം. ഇത് ഫുഡ് കോർട്ടിൻ്റെ ഒരു ഏരിയയാണ്. ഒരുപാട് കൊച്ചു കിച്ചൺസ് ഉണ്ട് ധാരാളം. അതൊരു ഫുഡ് കോർട്ട്സ് എന്ന് തന്നെ പറയാം ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ ഒത്തൻറ്റിക് തായ് ഡിഷസ്, അതായത് ഇവിടുത്തെ തനതായ തായ് വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് പല റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഓർഡർ ചെയ്യും, എന്നിട്ട് ഒരു കോമൺ പ്ലേസിൽ നിന്ന് കഴിക്കും. അപ്പോൾ നമ്മൾ ഒത്തൻറ്റിക് തായ് ഡിഷസ് കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കിച്ചൻ്റെ ഉള്ളിലാണ്. ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഭാഷ ഒന്നും അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. എനിക്ക് എന്തൊക്കെ വേണമെങ്കിലും കാണാം ഇവിടെ, ഏത് ടൈപ്പ് ഓഫ് തായ് ഡിഷസും. പക്ഷേ എനിക്ക് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ മെനു കാർഡ് ചോദിച്ചിട്ടുണ്ട്, അതിലിങ്ങനെ ചൂണ്ടി കാണിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അവർ ഓർഡർ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നീറ്റ് കിച്ചനാണ്. ഇവിടെ കുറേ ഷെഫുമാർ അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഷെഫിൻ്റെ അടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ ഇങ്ങനെ കിടക്കും, അതിനകത്ത് ബ്രോത്ത്, അതിൻ്റെ എന്താ പറയുക സ്റ്റോക്ക്, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അതൊരു സൈഡിൽ എപ്പോഴും കാണും. പിന്നെ കുറേ സോസുകൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടാകും, പഞ്ചസാര, ഉപ്പ്, പിന്നെ ഇത് ചില്ലി പേസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിറച്ചുണ്ട്. പിന്നെ ഫിഷ് സോസ് ഉണ്ടാവും. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ സവാളയുണ്ട്, സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ടൈപ്പ് സവാളയുണ്ട്, വൈറ്റും പിന്നെ പിങ്കും. പിന്നെ കുറേ സാധനങ്ങൾ, ഇത് ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് കാന്താരി മുളക് അരിഞ്ഞത്, ഇത് ചതച്ചത്, പിന്നെ റെഡ് ചില്ലി ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്നു, ഇത് റെഡ് ചില്ലി പേസ്റ്റ്, ഇത് ലെമൺ ഗ്രാസ് കട്ട് ചെയ്ത് വെച്ച് ലെമൺ ഗ്രാസ്. പിന്നെ ഇത് ഗാലങ്കൽ, നമ്മുടെ ഇഞ്ചി പോലെയൊക്കെ തോന്നും, പക്ഷേ വ്യത്യാസമാണ് അതിൻ്റെ ഫ്ലേവർ. ഗാലങ്കൽ ഇത് തായ് സ്പെഷ്യൽ. ഇത് കാഫർ ലൈം ലീവ്സ്, ഇത് ഒരു തരം നാരങ്ങ ഇലയാണ്. പിന്നെന്താ ചില്ലി പേസ്റ്റ്, കണ്ടല്ലോ, ചില്ലി പേസ്റ്റ്. ഇങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഇവർ സ്ഥിരമായി വയ്ക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ, കുറേ പേസ്റ്റ് ഐറ്റംസ്, കുറേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി എന്ത് വേണം അതനുസരിച്ചിട്ടാണ് കോമ്പിനേഷൻസ് അവർ മിക്സ് ചെയ്യുന്നത്. ചിക്കൻ, പോർക്ക്, ഡക്ക്, ഫിഷ്, എല്ലാ കാര്യങ്ങളും. ഫ്രൈഡ് റൈസ് വിത്ത് എന്താ പറയുക സ്ക്വിഡ്, പ്രോൺസ്, അങ്ങനെയെല്ലാം വെച്ചിട്ടൊരു കാര്യമാണ്. മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്നു. ആദ്യം മുട്ട സ്ക്രാമ്പിൾ ചെയ്തു, അതിനകത്തോട്ട് ഇതെല്ലാം ഇട്ടിട്ട് സ്ക്വിഡ്, പ്രോൺസ്, സ്പ്രിംഗ് ഓണിയൻ, ഉപ്പ്, പഞ്ചസാര. ഓ, അജിനോമോട്ടോ. അയ്യോ, ഒരു കെട്ട് അജിനോമോട്ടോ ഇട്ടു, ഒരു വലിയ സ്പൂൺ അജിനോമോട്ടോ. ഫിഷ് സോസ്, യെസ്, ഫിഷ് സോസ്. കുറച്ച് സോയാ സോസാന്ന് തോന്നുന്നു. What is that? Pepper. Okay. Chili sauce? Okay. തായ് ഫ്രൈഡ് റൈസ് അവരെന്ത് ഫാസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് നോക്കൂ. അപ്പോൾ റൈസ് വേവിച്ചത്, അതിനോടൊപ്പം സ്പ്രിംഗ് ഓണിയൻ, പിന്നെ കുറച്ച് എന്താ പറയുക കൊഞ്ച്, പിന്നെ കുറച്ച് വേവിച്ച സ്ക്വിഡ്, അതായത് കണവ കട്ട് ചെയ്ത്, ഇത്രയും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അവരുടെ വോക്ക്, ചൈനീസ് വോക്ക് പോലെ ഒരു വലിയ ചീനിച്ചട്ടിയിൽ ആദ്യം മുട്ട സ്ക്രാമ്പിൾ ചെയ്തു, അതിലേക്ക് ഈ റൈസ്, ഈ എടുത്ത് വെച്ച കാര്യം മുഴുവൻ ഇട്ടു. പിന്നെ കുറച്ച് കാര്യങ്ങൾ, ഇച്ചിരി സോയ സോസ്, കുറച്ച് ചില്ലി സോസ്, പിന്നെ കുറച്ച് പിന്നെ ഉപ്പ്, പഞ്ചസാര, അതിനോടൊപ്പം പിന്നെ ചേർത്തത് അജിനോമോട്ടോ ഒരുപാട് ചേർക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ കുറച്ച് ഫിഷ് സോസ്, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യും. ഇത്രയേ ഉള്ളൂ, എല്ലാം കുറച്ച് റെഡി. തായ് ചിക്കൻ ഫ്രൈഡ് റൈസ് എൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ മേക്കിംഗ് നിങ്ങൾ കണ്ടല്ലോ, എന്ത് സിമ്പിളാണ്. ഒന്നാം തരം ഫ്ലേവർ, ഒറിജിനൽ തായ് ഫ്രൈഡ് റൈസിന് അപാര ടേസ്റ്റാണ്. ഇതിനെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ പല ആൾക്കാരും നാട്ടിലും പല റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ ചെയ്യുന്നുണ്ട് തായ് ഫ്രൈഡ് റൈസ്. പക്ഷേ ഇതിൻ്റെ അത്രയൊന്നും അല്ല. അത് ഒറിജിനൽ കഴിക്കുമ്പോഴേ നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ വ്യത്യാസം മനസ്സിലുള്ളൂ. ഒറിജിനൽ ഈസ് ഒറിജിനൽ. ഇത് ഭയങ്കര സ്വാദാണ്.
അങ്ങനെ പട്ടായയിൽ വന്നിരുന്നിട്ട് ഈ മനോഹരമായ തായ്ലാൻഡിൻ്റെ വിഭവങ്ങൾ ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. വ്യത്യസ്തമായ തായ് ഫ്ലേവേഴ്സ്. ഇത് ഒരു സഫലമായ യാത്രയാണെന്ന് തന്നെ പറയാം. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കഴിയുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ